ഇന്ന് രാവിലെ ഒരുപാട് പരിപാടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അപ്പൊ ചിക്കൻ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ട് കഥകൊക്കെ അങ്ങ് തുറന്നിട്ടു. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ചു നേരം ഇരുന്ന് അച്ഛനോട് വിശേഷമൊക്കെ പറഞ്ഞ് അച്ഛൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കി പരിപാടി തുടങ്ങാം. ഞാൻ എന്റെ കയ്യിലിരുന്ന ക്യാപ്സിക്കം, ഉള്ളി, ഈ സംഭവങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒരുപാട് സ്ലൈസ് ആയിട്ട് അരിയണ്ട, കുറച്ച് കട്ടിക്ക് അരിഞ്ഞെടുത്താൽ മതി. ബ്രോക്കോളി ഒക്കെ ഉണ്ടെങ്കിൽ അതോട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ചിക്കൻ ഇതുപോലെ മാംസം മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് വളരെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ എയർ ഫ്രയറിലാകുമ്പോൾ നമുക്ക് എനിക്ക് നാക്കിടക്കി കുഴഞ്ഞു പോകും കേട്ടോ. നമുക്ക് എണ്ണയും കാര്യങ്ങളും ഒന്നും വേണ്ടാലോ. അപ്പോൾ അതിൽ ഞാനൊന്ന് 10 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അവിടെ എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി ഇട്ടു. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ ഒരുവിധം, അതായത് പകുതി വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഈ ക്യാപ്സിക്കവും ഉള്ളി എല്ലാം കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അത് വേവിക്കാൻ വേണ്ടി അകത്തോട്ട് അങ്ങ് വെച്ചു. ഈ ഒരു സമയം കൊണ്ട് ഞാൻ പോയി ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കളർ കോമ്പിനേഷനുമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഫേസിൽ ക്രീമും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് തിരിച്ച് ചെന്നപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ളത് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഞാൻ ആദ്യം മാക്കം എൻ്റെ വയറ് മൊത്തം നിറച്ചു. ഇതിനൊക്കെ ശേഷം നമ്മൾ കുടുംബസമേതം ഇന്നൊരു ഉദ്ഘാടനത്തിന് വേണ്ടി പോവുകയാണ്. MLA ആണ് കേട്ടോ ഇനാഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉമേനല്ലൂര് സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് ഫേസ് എന്ന പേരിൽ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. അതിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരുപാട് കുട്ടികൾക്കും പ്രായമായവർക്കും വയ്യാത്തവർക്കും ഒക്കെ ഒരുപാട് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.